നമസ്കാരം. നമ്മുടെ പരാജയങ്ങളും വീഴ്ചകളും മറ്റുള്ളവരുടെ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ആശ്വാസം കൊള്ളുന്ന രീതി പുതിയതല്ല. യഥാർത്ഥത്തിൽ ഇത് അല്പം ആശ്വാസം പകരുന്നുണ്ട് താനും. എന്നാൽ നമ്മുടെ പരാജയത്തിൻ്റെ ആഘാതത്തെ പൂർണ്ണമായി ഭേദപ്പെടുത്താൻ ഇതിന് സാധിക്കുന്നില്ല എന്നാണ് കാണേണ്ടത്. ഒരു ഉദാഹരണത്തിലൂടെ ഞാനിതിന് കൂടുതൽ വ്യക്തത വരുത്താം. എൻ്റെ പതിവ് വഴിയിൽ എൻ്റെ ചുറ്റുപാടിലുള്ള ഒരാൾ അറിഞ്ഞോ അറിയാതെയോ അറിവില്ലായ്മ കൊണ്ടോ കുറച്ച് തീക്കനലുകൾ നിക്ഷേപിക്കുന്നു. എൻ്റെ വഴികളിൽ ഞാൻ തീക്കനൽ പ്രതീക്ഷിക്കുന്നില്ല എന്ന നിലയിൽ ഞാൻ ഇതിൽ കയറി ചവിട്ടുകയും എൻ്റെ കാലിന് സാരമായി പൊള്ളലേൽക്കുകയും ചെയ്യുന്നു. ഇവിടെ എൻ്റെ മുന്നിൽ 3 മാർഗങ്ങളുണ്ട്. ഒന്ന്, മനഃപൂർവ്വമായാലും മനഃപൂർവ്വമല്ലെങ്കിലും അറിവില്ലായ്മ കൊണ്ടായാലും ഇത് മറ്റൊരാളിൽ നിന്ന് സംഭവിച്ച വീഴ്ച എന്ന നിലയിൽ അദ്ദേഹം എന്നിലേക്ക് എത്തി ഖേദപ്രകടനം നടത്തി എന്നെ ആശ്വസിപ്പിക്കും എന്ന് കരുതി കാത്തിരിക്കാം. എന്നാൽ ആ കാത്തിരിപ്പിന് ഒരു പക്ഷേ നമ്മുടെ ആയുസിൻ്റെ ദൈർഘ്യം ഉണ്ടായേക്കാം. നമ്മുടെ കാലം കഴിഞ്ഞാലും അത് സംഭവിക്കാൻ സാധ്യതയില്ല എന്നർത്ഥം. കാരണം ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതായിരിക്കില്ല. നമ്മുടെ പൊള്ളലിൻ്റെ വേദന എത്രയെന്ന് അദ്ദേഹം തിരിച്ചറിയണമെന്നില്ല. അദ്ദേഹത്തിന് ഒരുപാട് മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവേണ്ടതായിട്ടുണ്ടാകാം. ഇനി രണ്ടാമത്തെ മാർഗം എന്നത് അറിഞ്ഞുകൊണ്ടായാലും അറിയാതെ ആയാലും എൻ്റെ പൊള്ളലിന് കാരണക്കാരൻ അയാൾ എന്ന നിലയിൽ തിരിച്ച് അയാളെ പൊള്ളിക്കാനായിട്ട് കുറച്ച് തീക്കനലുകൾ എൻ്റെ കയ്യിലും കരുതി വയ്ക്കാം. അവസരം വരുമ്പോൾ ഞാനും അത് പ്രയോഗിക്കും. എന്നാൽ ഈ അവസരം വരും വരെ ഈ തീക്കനൽ നമ്മുടെ കൈവെള്ളയിലിരുന്ന് നമ്മുടെ കൈവെള്ളയെ കൂടി പൊള്ളിച്ച് ആ വേദന കൂടി നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇനി ഒരവസരം കിട്ടി ഇത് പ്രയോഗിച്ചാൽ പോലും നമ്മുടെ പൊള്ളലിന് പരിഹാരമാവുന്നില്ല. മൂന്നാമത്തതും പ്രധാനപ്പെട്ടതുമായ മാർഗം, നമ്മുടെ പൊള്ളലിൻ്റെ വേദന ശമിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം നമ്മുടെ വേദനയെ ശമിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം ഏത് നിമിഷവും നമ്മുടെ വഴികളിൽ തീക്കനലുകൾ ഉണ്ടായേക്കാം എന്നും കൂടി പ്രതീക്ഷിക്കുക. കാരണം പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതമില്ല. പ്രശ്നങ്ങൾ ഏത് നിമിഷവും ക്ഷണിക്കപ്പെടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിയേക്കാം. അങ്ങനെ എത്തുമ്പോൾ എങ്ങനെ കരുതിയിരിക്കണം, എങ്ങനെ തരണം ചെയ്യണം, എങ്ങനെ പരിഹരിക്കണം എന്നതാണ് ചിന്തിക്കേണ്ടത്. അതാണ് നമ്മുടെ യഥാർത്ഥ ഉത്തരവാദിത്വം. താങ്ക് യു.